രാജ്യത്തെ റീട്ടെയിൽ നിക്ഷേപകർക്ക് US ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരുക്കുന്നു. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ പ്ലാറ്റ്ഫോം വഴിയാണ് നിക്ഷേപിക്കാൻ കഴിയുക. ആൽഫബറ്റ്, ഫേസ്ബുക്ക്, ടെസ്ല എന്നിവ ഉൾപ്പെടെ ആഗോള പ്രശസ്തി നേടിയ വൻകിട കമ്പനികളുടെ ഓഹരികളിലാകും നിക്ഷേപിക്കാൻ അവസരമൊരുക്കുക. 50 ഓഹരികളുടെ പട്ടികയാണ് ഇതിനായി തയ്യാറാക്കുന്നത്. ഇൻ്റർനാഷണൽ ബ്രോക്കർമാരോടൊപ്പം സഹകരിച്ചായിരിക്കും സംവിധാനം പ്രവർത്തിക്കുക. ഇതിൽ എങ്ങനെയാണ് നിക്ഷേപിക്കുക? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം LRS വഴി NSEയുടെ ഗിഫ്റ്റ് സിറ്റിയിലേക്ക് പണം കൈമാറിയാണ് നിക്ഷേപിക്കാൻ കഴിയുക. പ്രതിവർഷം $2,50,000 നിക്ഷേപ പരിധി. ഗിഫ്റ്റിലെ നിക്ഷേപകരുടെ ഡിമാറ്റ് അക്കൗണ്ടിലാകും സ്റ്റോക്കുകൾ സൂക്ഷിക്കുക. ഇനി നമുക്കിതിൻ്റെ നികുതി ബാധ്യത എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വിദേശ ആസ്തികളായി കണക്കാക്കി ആദായ നികുതി റിട്ടേണിൽ ഈ വിവരങ്ങൾ നിക്ഷേപകൻ നൽകേണ്ടി വരും. ഹ്രസ്വകാല മൂലധന നേട്ടത്തിന് സ്ലാബ് നിരക്കിലും ദീർഘകാല മൂലധന നേട്ടത്തിന് ഇൻഡെക്സേഷൻ ആനുകൂല്യത്തോടു മൂടിയുമാകും നികുതി ബാധകമാവുക. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിന് ബാധകമായ നികുതിയായിരിക്കും ഇത്. ഇനി എന്താണ് ഇതിൻ്റെ സെബിയുടെ നിയന്ത്രണം എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നിക്ഷേപകരുടെ പരാതികൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരിക്കും പരിഗണിക്കുക. അതോടൊപ്പം ഗിഫ്റ്റ് സിറ്റിയും IFSC അതോറിറ്റിയും റെഗുലേറ്റർമാരായിരിക്കുകയും ചെയ്യും. അതായത് നിക്ഷേപം സംബന്ധിച്ച പരാതി ആദ്യം കൈകാര്യം ചെയ്യുക ഗിഫ്റ്റ് സിറ്റിയിലെ NSEയിലെ സബ്സിഡിയറിയിലായിരിക്കും. പരിഹരിച്ചില്ലെങ്കിൽ IFSCയെ സമീപിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.